ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞതിൽ നിന്നും അണുവിട വ്യതിചലിപ്പാനായിട്ട് ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയ ദൈവമേ, നാം അറിഞ്ഞോ അറിയാതെയോ അനേക കാര്യങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ അന്യ ദൈവങ്ങളായിട്ട് കടന്നുകൂടിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളതെന്തെന്ന് മറ്റാർക്കും ഒരുപക്ഷെ അറിയുവാനായിട്ട് സാധ്യമല്ല. നാം സ്നേഹിക്കുന്ന, നാം മനസ്സിൽ താലോലിക്കുന്ന ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മിലുള്ള അന്യ ദൈവങ്ങൾ. ആഴ്ചയിൽ ഒരിക്കൽ ആരാധനാ സ്ഥലത്ത് ചെന്ന് മറ്റുള്ളവരുമൊത്ത് അല്പസമയം ഒന്നിച്ച് ചിലവഴിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ആരാധനാ ജീവിതം എന്ന് ചിന്തിക്കുന്ന പലരെയും ഈ കാലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അന്യ ദൈവങ്ങളാണ് ജീവിതത്തിൻ്റെ രഹസ്യ അറകളിലുള്ളത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. കാര്യങ്ങളെ ആ നിലയിൽ കാണുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറുമില്ല. തന്മൂലം ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മോടും ഇതേ ശാസനാ രീതിയിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? ഏതോ ഒരു വിശ്വാസിക്കും തൻ്റെ ജീവിതത്തിൽ ഇത്തരം ശാസനകൾക്കും ശിക്ഷണ നടപടികൾക്കും വിധേയമായിട്ടുള്ള അനുഭവ സാക്ഷ്യം പറയുവാനായിട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന, നമ്മുടെ സുഖസൗകര്യങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ചില സംഭവങ്ങൾ നാം അനുഭവിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? നമ്മുടെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ തൊഴിൽ രംഗത്ത്, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ വലിയവനായ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ നാം ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലും ചിന്തിക്കാത്ത നിലയിലും വിധത്തിലും വലിപ്പത്തിലും ആകൃതിയിലൊക്കെ ആയിരിക്കും അത് കടന്നു വരുന്നത്. അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അപ്പോഴൊക്കെ അത് ദൈവത്തിൻ്റെ കരുണയോടുള്ള ഇടപെടലുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അനുദപിക്കുവാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുമായിട്ട് നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. നാം തിരുത്തുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ വാസ്തവമായി തിരുത്തി ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആവശ്യമുണ്ട്. അന്യ ദൈവങ്ങളെ ഉപേക്ഷിക്കുക, അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടിരിക്കുന്ന കാര്യം. അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളെ അല്ലെങ്കിൽ ദൈവികമായ ഇടപെടലുകളെ വകതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഈ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കാതെ, ഓടിപ്പോകുവാൻ ഇടവരാതെ ദൈവകരങ്ങളിൽ തന്നെ താണിരിപ്പാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. സങ്കീർത്തനങ്ങൾ 139 24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇത് നമ്മുടെ അനുദിനമുള്ള പ്രാർത്ഥനയായി തീരട്ടെ. നമ്മിൽ വ്യസനത്തിനുള്ള മാർഗം ഇല്ലാതെ ദൈവത്തെ യഥാമണ്ണം സ്നേഹിപ്പാനുള്ള വഴികളിലേക്ക് നമുക്ക് തിരിയാം. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.